നമ്മളൊന്ന് പുറത്തേക്ക് നോക്കി വെക്കട്ടോ, എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക്. എന്താ, ഓ അടിപൊളി അടിപൊളി, നോക്ക്. ആ ബെഡ്റൂം നിങ്ങൾ തുറന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കി നിങ്ങള്. മൊത്തത്തില് എന്താ സൂപ്പർ. ഇവിടെ വന്ന ഒരിക്കലും ഒരു നഷ്ടാവൂല കേട്ടോ. കാഴ്ചകൾ തന്നെ, ഫുൾ കാഴ്ചകൾ. പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നാൽ പോവൂല. അത്ര കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയല്ല കേട്ടോ, നടിയിലും അല്ല, വിളവെടുപ്പും അല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, എൻ്റെ രണ്ട് മക്കളും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് മക്കളും ഒന്നിച്ച് കൂടാൻ വളരെ കുറഞ്ഞ ദിവസം എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം രണ്ട് മക്കൾ വന്നതുകൊണ്ട് ഇന്നൊരു ഔട്ടിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ അങ്ങ് ഇറങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ആ കുഞ്ഞുവാവ് ഉണ്ടായിട്ടുണ്ടല്ലോ, ആദ്യത്തെ ഒരു പേരക്കുട്ടി, അതിൻ്റെ മുടി കളഞ്ഞു ആ ദിവസമായിരുന്നു. ഇന്ന് 10 മണിക്ക് അത് കഴിഞ്ഞ്, അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് വന്ന് മോനെടുത്ത സ്ഥലം ഉണ്ടല്ലോ, ദുബായ് മോനെടുത്ത്, അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വന്ന. ഞാനിപ്പോൾ ഉള്ളത് മോൻ്റെ എടുത്ത സ്ഥലത്താണ്. കാരണം ഞങ്ങൾ വേറെ കൂടെ ഒക്കെ നടന്ന് സ്ഥലത്തേക്ക് വരിക കേട്ടോ. ഇപ്പം എന്തായി, പണിയെടുത്ത് നമ്മൾ JCB വന്ന് റോഡ് ഉണ്ടാക്കി ഞങ്ങളെ കാർ ഇവിടം വരെ എത്തി. തോട്ടത്തിൻ്റെ നടുക്ക് ഞങ്ങളെ കാർ എത്തിച്ചിട്ടോ. ഇവിടെ മോനൊക്കെ കാറുമായിട്ട് ഞങ്ങൾ വന്ന് നടുക്കെത്തി ഞങ്ങൾ. ഇതൊക്കെ റോഡാ. അപ്പം ഇത് റോഡ് കാണണോ, കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ട് നമ്മൾ നല്ല വെയിലുണ്ടല്ലോ, എന്തെങ്കിലും നടാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ കാപ്പി, കുരുമുളക്, കവുങ്ങൊക്കെ. ഇപ്പോൾ അതൊക്കെ മോനെടുത്തെങ്കിലും ഉമ്മയും ബാപ്പി അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ മോനെയും കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാ, മോനെയും കൂട്ടിയിട്ട്. ഇതാ കുരുമുളകൊക്കെ കണ്ടില്ലേ, ഒക്കെ ഉഷാറായിന്. ഞങ്ങൾക്ക് ഇന്നലെ കുറച്ച് മഴ കിട്ടിയിട്ടോ. ഇപ്പോൾ പിന്നെ ഫാം ഹൗസ് ഉണ്ട്, അത് കിണർ കുഴിച്ചിന്, അതൊക്കെ ഒന്ന് മോനെ കാണിച്ചു കൊടുക്കണ്ടേ. അതിനാ ഞാൻ മോനോ അല്ല, രണ്ട് മക്കളും ഉണ്ട് എൻ്റെ. എന്നാൽ വേരിങ്ങൾക്കും കാണുന്നു നോക്കി നിങ്ങൾ. ഇതൊക്കെ എന്തൊരു സങ്കടം അറിയോ, കാപ്പി പൂത്ത് നോക്കുമ്പോൾ കരിഞ്ഞു പോയി. ഇവിടെ മഴ കിട്ടിയിട്ടല്ല, ഇവിടെ ഫുൾ വെയിൽ തന്നെ, മഴ കിട്ടിയില്ല, കരിഞ്ഞു പോയി. ഇന്നലെ കിട്ടി മഴ കേട്ടോ. അതിനോടിപ്പോൾ എന്താ സമയം തെറ്റിയിട്ടാണ് കിട്ടിയത്. ഇനി ചിലപ്പോൾ അത് രണ്ടാമത് അവിടെയും ഇവിടെയൊക്കെ ഓരോ പൂങ്കുല വരും തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ശരിക്കറിയില്ല. അങ്ങനെ വന്നാൽ ഞങ്ങളെ കാണിക്കൂ. അങ്ങനെ മഴ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി, അങ്ങ് കിട്ടിയില്ല ഈ ഭാഗത്ത്. ഇതാണ് ആ കാണുന്ന സ്ഥലമാണ്. താഴെ കണ്ടോ, ആ പകുതിൻ്റെ അങ്ങോട്ട് മേലെയാണ് പകുതി ഉള്ളത്. മേലേന്ന് ഞങ്ങൾ കുത്തനെ താഴെ ഇറങ്ങി. എവിടെ കുത്തനെ താഴെ ഇറങ്ങുന്നത് JCB കൊണ്ടുവന്ന് ആയതാ. അല്ലെങ്കിൽ ഞങ്ങൾ ചാടി ചാടി കയറ് പിടിച്ച് ഭയങ്കര ടാസ്ക് ഇനി ഇറങ്ങാൻ. ഇപ്പം ഒക്കെ മാറി. ഇങ്ങനെ ഇറങ്ങുക. ഞങ്ങളെ റോഡ് നോക്കി ചുരം പോലെയാണ് സംഭവം. അത് കുഞ്ഞി ചുരം. എൻ്റെ പെങ്ങളാട്ടോ, പെങ്ങൾ പണ്ടൊക്കെ ഈ സ്ഥലം കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എങ്ങനെ ഉണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ ഞങ്ങളെ കൂടെ. നോക്കിയില്ല, ഇറങ്ങുകയാണെങ്കിൽ നല്ല അധ്വാനം തന്നെയാണ്. ഞാൻ പിന്നെ ഇറങ്ങും, ഇച്ചേക്കൊരു പേടി. വീണ് പോയാൽ കഴിഞ്ഞില്ലേ, ഒന്ന് വീണാലും മതിയല്ലോ. ഞാൻ ഫുഡ് കൊണ്ടുകൊടുക്കാൻ എത്ര പ്രാവശ്യം പണിക്കാർക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാൻ വന്നിട്ടുണ്ട് ഇവിടേക്ക്. ഈ റോഡില്ലേ, ട്രാക്ടർ വന്ന് മരങ്ങളൊക്കെ കൊണ്ടുപോയി നല്ല റോഡായി. പക്ഷെ മഴ പെയ്താൽ നാമരും, മഴ പെയ്തില്ലല്ലോ. പിന്നെ ഞങ്ങളിത് കോൺക്രീറ്റ് ഇടും, എന്നാൽ പിന്നെ സുഖമായിട്ട്. ഇനി ഫാം ഹൗസൊക്കെ ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ കോൺക്രീറ്റൊക്കെ ഇട്ട് സൂപ്പറാക്കൂ. ആകുന്നതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടേ മോനെ കാണിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും കാണിക്കുക ഞാൻ. ഇവിടെയൊക്കെ ഇതിപ്പം നിരന്ന സ്ഥലം, ഒരു കുറഞ്ഞൊരു സ്ഥലത്തെ ഒരു ഇറക്കുള്ളൂ. 2 തട്ടായിപ്പോയി ഭൂമിയെ. ആ ഇറക്ക ഞങ്ങൾ നിരപ്പാക്കി കോൺക്രീറ്റ് ചെയ്യാൻ പോണത്. ഞങ്ങൾ ഫാം ഹൗസ് ഇപ്പം അതേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാക്കണം ഇൻഷാ അല്ലാ. അതാ അട്ട് നോക്കി വരെ, ഇതിലൂടെ പോവാ. ഇവിടെ വഴിയൊന്നും ആയില്ല, വഴിയാക്കണം. മരം മുറിച്ചിട്ട് ഇവിടെ മൊത്തം വിറക് നിറഞ്ഞു കിടക്കുക. നടത്തത്തിന് ഭയങ്കര പാട്. വിറകുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം വിറക് ഡിമാൻഡാ. കാരണം എന്താ പറഞ്ഞാൽ ഗ്യാസ് കിട്ടാനില്ലല്ലോ. അതാണ് ഞങ്ങളെ താൽക്കാലിക ഫാം ഹൗസ്. അതാണ് അതിന് ഞങ്ങളൊന്ന് മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കും. എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ, പെട്ടെന്നല്ലോ ഒന്നും ആവൂരല്ലോ. കൃഷിഭ്രാന്തത്തി ആയതുകൊണ്ട് സ്ഥലം കാണുന്നിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നടു. ആവേശത്തിൽ മത്തം നട്ടതാ. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയണ്ടേ, ഇവിടേക്ക് എപ്പോൾ ആളുണ്ടാവില്ലല്ലോ. ഇപ്പം മോനുള്ളത് കൊണ്ട് കാണിക്കാൻ വന്നത്. നോക്കി മത്തനെ ഒരു മഴ കിട്ടിയത് എന്തൊരു ഉഷാറുണ്ടാവും. തെളിഞ്ഞോളൂ, മഴ കിട്ടണം.
നല്ല വെയില് മരം മുറിച്ച് വെക്കുമ്പോ ആകെ വെയിലൊക്കെ കിട്ടാൻ വേണ്ടിയാ മരം മുറിച്ച ചെടികൾക്ക് ഞങ്ങൾ നടക്കാനാവാതെ വെയിൽ കിട്ടീന്ന് ഇപ്പൊ. അപ്പൊ ഒന്ന് ഫാം ഹൗസ് പോയി ഇരിക്കട്ടെ കുറച്ചു നേരം. ചക്ക നോക്കി ചക്ക ഉണ്ടായത് ഞാ എന്തുപോലെ ചക്ക ഉണ്ടായിക്ക്. അടിപൊളി ചക്ക. ഈ ചക്കയൊക്കെ ഞങ്ങൾ വിളവെടുത്ത് തിന്നതാ. അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന വീടാണ് ഇത്. റെസ്റ്റിങ് അടിച്ചു തരാനായിട്ടുണ്ട് ഇവിടെ. കൊയങ്ങാന്ന് പറയില്ല, വെയിൽ കൊണ്ട് വാടുക. ചെടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഞങ്ങൾ വാടിപ്പോയി. ഇവിടെ ഞങ്ങളിപ്പോൾ എന്താ ഫാം ഹൗസ് എന്ന് പറയണമെങ്കിൽ ഇതിപ്പോൾ ഷെഡാണ്. ഇവിടെ ഇരിക്കുക ഞങ്ങൾ. ഇത് പെങ്ങള്, മറ്റേത് എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ്. ആങ്ങളുടെ ഭാര്യ എന്നെ പോലെ സാധാരണക്കാരി അല്ല കേട്ടോ, HM, ഗവൺമെൻറ് ഹൈസ്കൂളിലെ HM, ഗസറ്റഡ് ഓഫീസറാ. ഇവിടൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ പറഞ്ഞല്ലോ മോൻ്റെ സ്ഥലം മോൻ്റെ മാത്രല്ല കേട്ടോ. അതാ ആങ്ങളെയും വൈഫും ഉണ്ട് ഇതില് കേട്ടോ. ഇതൊക്കെ പരിചയപ്പെടുത്തിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിന്, അറിയുമെന്നറിയില്ല. ആങ്ങളുടെ ഭാര്യ ഗവൺമെൻറ് ഹൈസ്കൂളിലെ HM ആണ്. ഇപ്പൊ തിരക്ക് ടൈമാ. കാരണം എന്താ പറയുക, SLC പരീക്ഷ പേപ്പറൊക്കെ സ്കൂളിലുള്ള വയനാട് ജില്ലയിൽ തന്നെ നമ്പർ 1 സ്കൂളിലെ. സ്കൂളിന്റെ പേരെന്തേലും GVHS. പിന്നെ ഇത് ആ സ്ഥലത്തിന് പേരുണ്ടല്ലോ, മുണ്ടേരി സ്കൂളാ. പണ്ടേ PSC പരീക്ഷ നടക്കല് അവിടുത്തെ HM. ഇല്ല, ഇവിടെ വന്ന് നോക്കുക, ഫാം ഹൗസ് വന്ന് നോക്കുമ്പോ ചാക്ക് ഇങ്ങനെ അട്ടിക്ക് വെച്ചിന്. കാരണം സിമെന്റ് ഇട്ടിന്. കുറെ കിണർ പണിക്കൊക്കെ സിമെന്റ് വേണ്ടിയിരുന്നല്ലോ. അപ്പൊ അത് കണ്ടപ്പോ എന്റെ ലഡു പൊട്ടി. കാരണം എനിക്ക് ഇതുണ്ട്, എന്തെങ്കിലുമൊക്കെ നടണം, എന്തെല്ലാം നടാനുണ്ട് നോക്കി. ഇഷ്ടം പോലെ ചാക്ക്. എവിടെ ചാക്ക് ഉണ്ടാവും ഞാൻ അവിടെ വീഴും. അടിപൊളി ചക്ക കേട്ടോ. ഇത് എന്തൊരു ടേസ്റ്റുള്ള ചക്കയാ. ഞങ്ങളിത് വിളവെടുത്തതാണല്ലോ, എടുത്തിട്ട് ഇപ്പൊ ഒരു കൊല്ലായല്ലോ സ്ഥലം. ഇപ്പോൾ രണ്ടാമതുണ്ടായി, എല്ലായിടത്തും ഉണ്ടായി ചക്ക. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ മൂപ്പ് എത്തിയില്ല അല്ലേ? നിങ്ങളെ കാഴ്ചപ്പാടിൽ മൂത്തോ ഒന്ന് പറയുന്നേരി. ഇതാ ഇത് മൂത്തിയില്ല, ഇതൊന്നും മൂത്തിയില്ല. ഇത് മൂത്തോ എനിക്ക് സംശയമുണ്ട്. നല്ല വേനൽക്കാലത്തും ഇതാ കിണറിൽ ഇഷ്ടം പോലെ വെള്ളം. ഈ ഞങ്ങൾ എടുക്കുന്ന സമയത്തുള്ള കിണറാണ് ഇത്. ഞങ്ങൾ കുഴിച്ചതല്ല. ഇനി ഒരു കിണർ ഞങ്ങൾ കുഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അത് കിണറെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഭയങ്കര കൊളാക്കി ഞങ്ങൾ കുഴിച്ചത്. വാഴ വെച്ച ഒരിക്കലും ഞാൻ കാണിച്ചില്ല. ഇപ്പം അതാ വാഴൻ്റെ എപ്പോഴത്തെ അപ്ഡേറ്റ് അത് ഉഷാറായി വന്നു. അടുത്തല്ല വെച്ചത്. ഇത് ഞങ്ങൾ നനക്കാൻ വേണ്ടിയിട്ട്, എല്ലാ കൃഷിയും നനക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിണറാ. കുളം എന്നൊക്കെ പറഞ്ഞ് കുളം കൊഴിക്കുമ്പോൾ ഭയങ്കര ഏരി എടുക്കേണ്ടി വരും. അപ്പം ആ മണ്ണടി തട്ടാൻ കഴിയില്ല. അപ്പം ഒത്ത കിണർ, ഒത്തുന്നല്ല സാധാ കിണറല്ല കേട്ടോ, അതിനേക്കാളും വലുത്. ഇഷ്ടം പോലെ വെള്ളം ഫുള്ള് നനക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ തോട്ടത്തിൽ ഞങ്ങൾക്ക് 2 കിണറുണ്ട്. അങ്ങനെ നോക്ക് മാവുമ്മൽ ഇഷ്ടം പോലെ മാങ്ങയാ. ഇതിപ്പോൾ കിണർ കുഴിച്ചിട്ട് മണ്ണും കെട്ടത് കൊണ്ട് എനിക്ക് കുറച്ച് കയറിക്കാനായി, സൗകര്യമായി. അപ്പം ഞാൻ നല്ല ഒരു ചക്കയും വിളവെടുക്കണോ, ചക്കക്കുരു കൊണ്ട് മാങ്ങയും ചക്കക്കുരു പറയുമ്പോൾ തന്നെ വായിന്ന് കൊണ്ട് എന്താ സൂപ്പർ സുഖം. ഇനി ഞാൻ ഇന്ന് ചക്കക്കുരു മാങ്ങയും പൊളിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണോ അത് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ മാങ്ങ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും? അച്ചാറുണ്ടാക്കി ഞങ്ങൾക്ക് അത്ര ചിലവാവൂല. ഇങ്ങനെയുള്ളതൊക്കെ നല്ല. ഇങ്ങനെ തോട്ടത്തിലൂടെ ഞാനും എൻ്റെ 2 ആമക്കളും ഇങ്ങനെ നടക്കുക, ഓരോന്ന് കണ്ട് നോക്കുമ്പോൾ എന്നൊക്കെ ഈ കാട്ടിലിതാ നല്ലൊരു പൂവിതാ. ഇതൊരു ഭംഗിയ മക്കളെ. ഈ പൂവിന് ഒരു മഞ്ഞപ്പുറം, നടുക്ക് കട്ടച്ചോപ്പ്. ഇതെന്ത് പൂവാ ഇതേക്കൂലേ? എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടെങ്കിലുണ്ടല്ലോ വരിയായിട്ട് നട്ടാൽ നമുക്ക് പൂന്തോട്ടത്തിൽ വേറെ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. അതാ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. സംഭവം അത് കാടാ. കാട് എന്ന് പറഞ്ഞൂടെ, ഞങ്ങളെ തോട്ടത്തിലൊരു ഭാഗം വയല്. ഈ തോട്ടത്തിൻ്റെ ലാസ്റ്റ് വയലാ. ആ വയലിൽ ഫുൾ വാഴ വെച്ചിട്ട് നല്ല അടിപൊളി കൊല ഉണ്ടായിട്ടുണ്ട്. നല്ല സീനാ ഇവിടെ നോക്കുമ്പോൾ. അടിപൊളി ചക്ക വിളവെടുക്കട്ടെ. ഇങ്ങനെ നിന്നുകൊണ്ട് വിളവെടുക്ക. കിട്ടുന്നില്ല. വീട് അടിപൊളി ഇതാട്ടോ. ഇന്ന് ഞായറാഴ്ച ഞങ്ങളൊരു ചക്ക പുഴുക്കും ഒരു മാങ്ങ ചമ്മന്തിയോ അടിപൊളിയാക്കും. ഇനി കുരു കൊണ്ട് ഞങ്ങളൊരു മാങ്ങ ചാറും കുരു മാങ്ങി. കർമൂസ് കണ്ടോ? ഈ കർമൂസില്ലേ അടീന്ന് തൊട്ട് മേലെ വരെ ഉണ്ടായിട്ട് പറിച്ച് ഇപ്പം മേലെ ഉള്ളൂ. ഞാൻ പറിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കർമൂസ് 1, 2 എല്ലാം വിളവെടുത്ത് ഇതാ ഇഷ്ടം പോലെ. ഇതാ 1, 2, 3, 4, 5, 6, 7 ഒക്കെ വിളവെടുത്ത്. ഏതായാലും തോട്ടത്ത് വന്നല്ലേ, പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചു. പറമ്പിൽ വന്നല്ലേ മൂത്തതും ചക്ക. ഇടിച്ചക്ക 2 എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും വരൂലല്ലോ.
വലിയ കിണർ കാണിച്ചു തന്നില്ലേ? അവിടെ മോട്ടറൊക്കെ വെച്ചു. ഇതാ വാഴ നനയ്ക്കുന്നത് സൂപ്പറായിട്ട് എല്ലാ ഭാഗത്തും എത്തും. ആ മത്തമ്പള്ളിക്ക് നനച്ചു കൊടുക്കണം. നിങ്ങളിപ്പം പോവാൻ നോക്കുക, എന്തൊക്കെ വിളവെടുത്ത് നോക്ക്. ഇതാ ഒരു ബക്കറ്റ് കർമൂസ്, വലിയൊരു ചക്ക, 2 ഇടിച്ചക്ക, ഇതാ കുറച്ച് മാങ്ങ. അടിപൊളിയല്ലേ? ഇവിടെ എത്രയോ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ എന്ന് പറയാൻ തന്നെ എനിക്ക് മടി. എൻ്റെ ചങ്കുകൾ തന്നെയാണ്. ചോദിക്കൂ എൻ്റെ വീടിൻ്റെ എവിടെയാണ് വീട്, എവിടെ സ്ഥലം, ശരിയായ സ്ഥലം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കൂ. ഇവരേതായാലും എൻ്റെ സ്ഥലം കണ്ടുപിടിച്ചു. കുറേ ബന്ധുണ്ട്. ഞങ്ങളെ ഏട്ടൻ്റെ മോളെ കല്യാണം കഴിച്ച് ഇവരെ പെങ്ങളെ മോനാണ്. അപ്പൊ ഇവരിതിലെ പോകുമ്പോ ഒരു കൃഷിക്കാരും കൂടിയാ, കലാകാരുവാ. നിങ്ങൾ എന്തായിരുന്നു? ചിത്രം വരയ്ക്കാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ചിത്രം വരയിൽ പ്രാവീണ്യം നേടിയ ആളാണ്. മക്കളൊക്കെ അബുദാബിയിലെ, ഒരാൾ എഞ്ചിനീയർ, ഇവിടെ വീട്ടമ്മയാണേലും മിടിക്കുക, ആളും മിടിക്കുക. മക്കളെ വളർത്താനും പഠിപ്പിക്കാനും ജോലിയെല്ലാം റെഡി. ഇപ്പം കൃഷിക്കാരും കൂടിയാണ്. അപ്പം കൃഷിക്കാരാണല്ലോ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവര്. ഇപ്പം എൻ്റെ കൃഷി കണ്ട് എന്താണ് ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്, എന്താണ് ഇങ്ങനെ വിളവ് ഉണ്ടാകുന്നതൊക്കെ അറിയാനുള്ള സൂത്രം അറിയാൻ വന്നവരാ. അതിന് കുട്ടൻസ് മനസ്സിലാക്കാൻ എന്തറിയോ? വേര് പൊട്ടൂര. പിന്നെ എന്താണ്, അറിയാത്തവർക്കൊക്കെ പ്ലാസ്റ്റിക്കിന് ഉപയോഗം കുറയും. ഭൂമിയെ രക്ഷിക്കാം. മിൽമാന്റെ പാലിന്റെ കവറില്ലേ, അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചീര നിറയെ. ഇതാണ് നിത്യവഴുതന. നിത്യവഴുതന ഞാൻ കാണിച്ചു തരാം. ഇത് മൂത്ത ഒന്നിനും പറ്റൂല. മൂക്കുന്നതിന്റെ മുമ്പേ വിളവെടുക്കണം. ഇത് കണ്ടാ നമ്മളെ പണ്ടത്തെ കമ്മല് പോലെ. അത് ഉപ്പേരിയാ വെക്കുക. നിത്യവഴുതന എന്ന് പറഞ്ഞാൽ നിത്യം വിളവെടുക്ക ഉണ്ടാവും. എല്ലാം മുറിച്ചിടും. മൂപ്പെത്തിണ്ടെങ്കിൽ ഇതിപ്പോ ഒരു കറുപ്പ് വരുന്നുണ്ട്. ഇത് മൂപ്പെത്തി. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു കറുപ്പ് മണി വരും. 3 എണ്ണം ഉണ്ട്. അത് കൊണ്ടുപോയി നട്ടാ മതി. പിടിക്കൂ. ഞാൻ എൻ്റെ പോരെ കൊണ്ടുപോയിട്ട് ഓല് ഇതിങ്ങോട്ട് കറക്കും. എന്നെ കാണാൻ വന്നവരാണല്ലോ. അപ്പൊ ഞാൻ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന, ചീരയൊന്നും ഇല്ലാത്തവർക്ക്. എനിക്ക് ഇഷ്ടംപോലെ ചീര ഒക്കെ ആണല്ലോ. തൈ കൊടുത്തു ചെടീൻ്റെ. ഇനി കുറച്ച് ചീരയും വിളവെടുത്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത്ര മതി. ഇവരാള് കുറവേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. ഞങ്ങളില്ലേ തോട്ടത്തുനിന്നൊക്കെ വന്ന് വീട്ടിൽ പോയി. പിന്നെ മക്കള് പറഞ്ഞ് നല്ലൊരു സ്ഥലമുണ്ട് കാണാൻ പോവാൻ, സൺസെറ്റൊക്കെ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ കാണാൻ സബ്സ്ക്രൈബർ എന്ന് പറയാൻ എനിക്ക് മടിയാ. എന്നെ കാണാൻ നമ്മളെ കുടുംബത്തിലൊരാൾ വന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒക്കെ ഒന്ന് കാണാനും ടിപ്സ് മനസ്സിലാക്കാനും അങ്ങനെ വന്ന് സമയം പോയി. അങ്ങനെ ഇപ്പോൾ സൺസെറ്റൊക്കെ ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ആയിപ്പോകുമെന്നപ്പോൾ പേടി. ഞങ്ങൾ അങ്ങോട്ട് പോവുക. കാണിച്ചു തരട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ആ സ്ഥലമൊക്കെ. വയനാട് ജില്ലയിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ. മക്കൾ വന്നാലേ അതൊക്കെ ഈ കാണാനാണ്. പോകുന്ന വഴി നിങ്ങൾ കാണിച്ചു തന്നതാ കേട്ടോ. ഇത് നോക്കി എന്ത് ഭംഗിയാന്നറിയാം. എവിടെയൊക്കെ നോക്കി ചുറ്റും ഇതൊക്കെ വയനാടിൻ്റെ വയലും ഭൂപ്രകൃതി മനോഹര. കുറേ പേര് വയനാട് കാണാത്തവരുണ്ടല്ലോ. അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരും. അത് ആ കട്ട ഉണ്ടാക്കുന്നത് കണ്ടോ, ചുടുകട്ട. വഴിയിലുള്ള ഒരു പച്ചിപ്പൊക്കെ നോക്കി എന്ത് രസാ, കണ്ണിന് രോമാഞ്ചം, നല്ല അടിപൊളി. എനിക്കിഷ്ടമുള്ളതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ കാണിക്കും. നല്ല അടിപൊളി. ഞങ്ങള് പോകുന്നത് എങ്ങോട്ടാന്നറിയാ? ടവർ ഹില്ല് കണ്ടോ, ബോർഡൊക്കെ വെച്ച് ഇങ്ങനെ കയറും. ഫുൾ കുത്തനെയാ, പേടിയാവും. വല്ലാത്തൊരു സാഹസിക യാത്ര വിചാരിക്കും കേട്ടോ. പോയോ? എത്ര കിലോമീറ്ററോ? 800 മീറ്ററേ ഉള്ളൂ. പക്ഷെ 800 മീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കയറ്റാ, പേടിയാവും. ചുരവും വളവൊക്കെ ഉണ്ടാവും. ഇത് കുത്തനെ മാത്രം നമുക്ക് കാണാം. എന്നാലും എന്താ ദൂരം തിരക്കാ. ഇവിടെ ആൾക്കാർ വരവൊക്കെ എന്നറിയോ. ചുറ്റും കാപ്പിയൊക്കെയാ. എന്താ ഇനി വളവുണ്ട് ശരിയാ. ചുരം മഴ പെയ്താ അതിലൂടെ യാത്ര ചെയ്യാനാവോ? ഫുള്ള് കയറ്റ. കേറുന്നത് നല്ല ഒരു ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ. എല്ലാ വണ്ടി ഇതിലൂടെ പോവോ? ബസ് കയറിയേ? ടൂറുകാരൊക്കെ
ഇതാ കേറി എത്താനായി. ഗേറ്റ് അല്ലേ അത്? അതിന്റെ ഗേറ്റ് അല്ലേ? എത്തുമ്പോ നോക്ക് അപ്പുറത്ത് എന്തോ ഒരു കടലെന്തോ വരാ, അങ്ങനത്തെ എന്തോ ഒരു ഒഴിഞ്ഞ മരങ്ങളുടെ കൂടെ. ഇനിയുണ്ടോ കയറ്റോ? എന്താ എത്തി എത്തി എത്തി. ഇതാണ് സംഭവം. ശരിയാ. ഇവിടെ എത്തുമ്പോ നല്ല വെളിച്ചട്ടോ. ഇതാണ് ടവർ ഹിൽ. കണ്ടില്ലേ? അടിപൊളി വൈബാ. കല്യാണം കഴിഞ്ഞാലൊക്കെ ഇങ്ങോട്ട് വരും. ഇവിടെ ഇപ്പൊ രാത്രി താമസം ഉണ്ടാച്ചി ഇവിടെ ഉണ്ടല്ലേ. ഇതാ പച്ചിപ്പ്. ജമ്മു നോക്ക്, സൂര്യനെ കണ്ടു നോക്ക്. ഇത് കാണാനാണ്. ഇതിനൊക്കെ ഉപമിക്കാൻ അറിഞ്ഞൂടാ. കവിക്കൊക്കെ അത് ഉപമിക്കാനാവുള്ളൂ. നാടിന്റെ ഭംഗിയൊന്ന് കണ്ടു നോക്ക്. ഇവിടെ എത്തിപ്പെടാത്തവർക്ക് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ബാക്കോട്ട് നോക്കിയതാ. അതാണ് കുറുമ്പാലക്കോട്ട. കണ്ടില്ലേ? പച്ച പിടിച്ച മലകളും വയലുകളും തണുപ്പും കാറ്റും. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. സൂര്യനെ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇതാ ക്യാമറയിൽ വരുന്നുണ്ടോ? കുറച്ച് ഇവിടെ നിന്നാലേ ആ ക്യാമറ ശരിക്ക് കാണും. കണ്ടോ? ഇത് സൺസെറ്റ് കാണാനാണ് ഇങ്ങോട്ടേക്ക് നല്ല ഭംഗിയാ. മലകളൊക്കെ ഇപ്പം ഒരു നേരിയതുപോലെ ആയോ. ഒരു നോക്കി കട്ട ചോപ്പില് സൺസെറ്റ് ഇതങ്ങനെ വീഴുന്നു. ഇപ്പൊ വൈകുന്നേരമായി. ഇനി അവിടുത്തെ വിശദമായിട്ട് ഇവിടുത്തെ ആളുങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാളും ഒന്നും കൂടി ക്ലിയർ ആയിട്ട് അല്ലേ. നമ്മൾ വന്നത് ഇപ്പം ടവർ ഹില്ല് കാണാനും ഇവിടുത്തെ ചുറ്റുപാടുള്ള ഭംഗി ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഈ ടവർ ഹില്ലിന്റെ ഓണർ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ഇവരാണ് കേട്ടോ. ഇവരാണ് ടവർ ഹില്ലിന്റെ ഓണർ. ഇവർക്ക് കുറെ പറയാനുണ്ട്. അതിനെ കുറിച്ച് വിശദീകരിച്ച് കാലാവസ്ഥയും ഭംഗിയും ഏത് സമയത്താണ് നല്ലത് എന്നൊക്കെ ഉള്ളത് അല്ലേ. ഇതേ 15 വർഷം മുമ്പാണ് ഞാൻ ഈ മല വന്നെടുക്കുന്നത്. അപ്പോ മല എടുക്കുന്ന സമയത്ത് ഇത് അതുപോലെ ഒരു തിങ്ങി നിറഞ്ഞ കാടായിരുന്നു. മരങ്ങൾ എല്ലാ കാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഒക്കെ വെട്ടിത്തെളിച്ചിട്ട് താഴെ നിന്ന് മണ്ണ് കൊണ്ടിട്ട് ഈ മലയെ ഉയർത്തിയപ്പോ മാത്രമാണ് ഇങ്ങനെ വയനാടിന്റെ ഒരു 360 ഡിഗ്രി വ്യൂ ഒരു പരന്ന സ്ഥലമാക്കി മാറ്റി. ടേബിൾ ടോപ്പ് ആക്കി. ഇപ്പോ വയനാടിന്റെ സെൻട്രലിലുള്ള രണ്ടാമത്തെ മല എന്ന് പറയാം. അത് കുറുമ്പാലക്കോട്ടയാണ് തൊട്ടടുത്ത് കുറുമ്പാലക്കോട്ട. അപ്പോ ഇതിനെ സംബന്ധിച്ച് കുറുമ്പാലക്കോട്ട ഒരു വൺ സൈഡാ കാണുന്നെങ്കിൽ ഇവിടെ വയനാട് 360 ഡിഗ്രിയിൽ വയനാട് ജില്ല കാണാം. അപ്പൊ ഇത് ജില്ല അത് കൽപ്പറ്റയാണ്. ആ ഭാഗത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാണാസുര ഡാമാണ്. അത് മാനന്തവാടിയായി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പനമരം പുൽപ്പള്ളി ആയി. പിന്നെ ബത്തേരി ആയി. അല്ല പിന്നെ നമുക്ക് ടവർ കുറെ കാണൂലേ. ഇത് 52 ടവറുകൾ ഇവിടെ ഒറ്റ നോട്ടത്തില് വയനാട് ജില്ലയിലെ 52 ടവറുകൾ ഇവിടുന്ന് കാണാൻ സാധിക്കും. ഉദയം പിന്നെ അവിടെ ആ ഭാഗത്ത് കാണാൻ രാവിലത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇവിടെ പിന്നെ ഇത് സൺസെറ്റ് അത് പല ദിവസങ്ങളിലും അതിന് വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇവിടെ പ്രത്യേകത വന്നവര് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ ഇപ്പോ പിന്നെ വന്നവരെന്നെ ഒന്നും കൂടെ വന്ന്, കാരണം അത്രക്കും ഇവര് ആസ്വദിച്ചിട്ടാ പോകുന്നത്. അപ്പൊ പിന്നെ വീണ്ടും വരാന് ഇതാ നല്ല ഊഞ്ഞാലാടുന്നവർക്ക് ഊഞ്ഞാലാടാ, കളിക്കുന്നവർക്ക് പലതരം കളികളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. ഫുഡും ഉണ്ടോ? ഫുഡ് ഉണ്ടാവും. ഇത് പിന്നെ ഫുഡോട് കൂടെയുള്ള പാക്കേജാ. അങ്ങനെയാണ് പാക്കേജിന്റെ കണക്കില്. പിന്നെ 4500 രൂപ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറോടും കൂടി റൂമിന്. പിന്നെ ടെന്റ് ഉണ്ട്. ഇവിടെയൊക്കെ ടെന്റ് അടിക്കും രാത്രി താമസിക്കാൻ. കല്യാണം കഴിഞ്ഞവരൊക്കെയാണോ കൂടുതൽ വരുന്നത്? ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കർണാടകയും തമിഴ്നാടും ഗസ്റ്റ് IT മേഖലയിൽ നിന്ന് വരുന്നവര് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. വന്നവരെന്നെ വീണ്ടും വീണ്ടും വരുന്നത്. ഇവിടെ എപ്പം തിരക്ക്, ഓൺലൈനിലാണ് ബുക്കിംഗ്. അതെ. നമ്മൾ ആ ലാൻഡ് സ്ലൈഡിന് ശേഷം മൊത്തം ആളുടെ വരവ് കുറഞ്ഞു. പിന്നീടൊന്ന് ശരിയായി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ തന്നെയാ. മൊത്തം നമ്മൾ സ്തംഭിച്ചു പോയി.
പിന്നീട് ആ രണ്ടാമത് പൂർവാധിക ശക്തിയിലായി. ഇപ്പൊ എല്ലാ സ്ഥലം ബ്ലോക്കാ. ഇവിടെ രാവിലെ ഇവിടെ വരുന്നവര് കുറുമ്പാലക്കോട്ട പിന്നെ സൺറൈസ് കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് പോകാറുണ്ട്. ഇവിടെ ജീപ്പിന് അവിടെ കൊണ്ടുപോയി തിരിച്ച് ഇവിടെ കൊണ്ടുവിടും. അങ്ങനത്തെ ഒരു പാക്കേജ്, അങ്ങനത്തെ പാക്കേജ്. വിശദമായിട്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുത്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ടവറിൽ കാണാനും ഈ ഇവിടൊക്കെ ഒന്ന് ആസ്വദിക്കാനും വേണ്ടി വന്നപ്പോ ഇവിടെ കുറെ പേരെ പരിചയപ്പെട്ടിട്ടോ. ഞാൻ കോഴിക്കോടുകാരിയാണ്. നോക്കുമ്പോ ഇവിടെ കുറെ പേര് കോഴിക്കോടുകാരാ അല്ലേ? കുറ്റ്യാടി, തൃശ്ശൂരുണ്ട്. ഇവര് സാധാരണക്കാരല്ല കേട്ടോ, എല്ലാം എഞ്ചിനീയേഴ്സ് അല്ലേ? വന്നവർ തന്നെയാണ് പോലും വീണ്ടും ഇവിടേക്ക് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ആദ്യം എത്രാമത്തെ പ്രാവശ്യ? ഞാനിവിടെ ഇപ്പൊ 3ാമത്തെ തവണ. എന്റെ കൂടെ 7 തവണ വന്നവരൊക്കെ കണ്ടില്ലേ? സാവിച്ചായന്റെ ബന്ധമാണ് ഞങ്ങളെ തിരിച്ചു വീണ്ടും വീണ്ടും വരണം തോന്നുന്നു. പിന്നെ ഓരോ സ്ഥലത്തിനും സാവിച്ചായന്റെ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വർക്ക്ഔട്ട് ആവുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നപ്പോ തൊട്ട് ഒരു പ്രോപ്പർട്ടിനെ പറ്റിയുള്ള ഒരു വർത്തമാനം തന്നെയാണ്. ഇവിടുത്തെ ഈ കാലാവസ്ഥ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇല്ലേ? കണ്ട് പരിചയപ്പെട്ടതിൽ സന്തോഷം. നല്ല സ്റ്റേ ആണ്, നല്ല ഹോസ്റ്റിംഗ്. അതുകൊണ്ട് ആർക്കും വരാം. എല്ലാ ഭാഗത്തുനിന്നും കാറ്റ് വരും, എല്ലാ ഭാഗത്തുനിന്നും കാറ്റ് വരും, എല്ലാ ഭാഗത്തും വ്യൂ ഉണ്ട്. നിങ്ങൾ ഊഞ്ഞാലക്കാടയിലുണ്ടോ? ഓ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം. പ്രായം ഒന്ന് കുറയുക. പ്രായം ഒരു പ്രശ്നേ അല്ല. ആയിക്കോട്ടെ, ശരി ശരി. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നിട്ട് എടുക്കും. നാളത്തെ ഫേമസ് ആയ യൂട്യൂബർ ആണെങ്കിൽ പറയാൻ പറ്റില്ല. അല്ല ഇവിടെ മൊത്തം കാഴ്ചകളാ. ഈ ഭാഗം നോക്കി നിങ്ങള്, ഞാൻ മേലെ ടോപ്പിലാ നിൽക്കുന്നു പറയില്ലേ, നോക്കി കാഴ്ചകൾ ഇരുട്ടാവുന്നുണ്ട്. അതിലൊത്ത് ലൈറ്റൊക്കെ കാണുന്നു, വണ്ടി പോകുന്നൊക്കെ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. കണ്ടോ വയല്, നമ്മൾ കേറി പോകുന്ന വയല്, റോഡൊക്കെ എന്തൊരു ഉഷാറുള്ള റോഡ് താഴെ കാണുന്നത്. ഇതത്രക്കും ഹൈറ്റിലാണുള്ളത്. കണ്ടോ താഴോട്ട് നോക്കിയാൽ പേടിയാവും. അങ്ങനെ ഇതിന്റെ ചുറ്റും ഈ മരത്തിനൊക്കെ ഒരു പ്രത്യേക രസട്ടോ. ബേക്കടിക്കല്ലേ പേടിയാകുന്നുണ്ട്. പ്ലാവുമ്പോ ചക്കണ്ടേക്കോ ഊഞ്ഞാലാടുമ്പോ നല്ല രസമുണ്ട്. സംഭവം നല്ല അടിപൊളിട്ടോ, അടിപൊളി വൈബാട്ടോ ഈ ഊഞ്ഞാലാട്ടോ. ഈ ഏറ്റവും ടോപ്പ് നിന്ന് ഇങ്ങനെ ഊഞ്ഞാലാടെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു ഭംഗി. ഓ, ഇവിടെ വന്ന് ആടി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു അനുഭവം. എന്താ ഉഷാറ്. ടവർ ഹിൽ, ഇത് ശരിക്ക് ഒരു ടവറിനെയാണ്, മലന്റെ മുകളിൽ ഇങ്ങനെ പരപ്പിലിതാ കണ്ടില്ലേ? ഇനി ഫുള്ള് കണ്ടാ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ടവർ ഹിൽ വയനാട്. ചക്കണ്ടായോ നോക്ക്, എന്താ ചക്ക, എത്രയാ ചക്ക. നല്ല പച്ചിപ്പില് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഒരു തരം ഇത് ഈ മരത്തിന് എന്തൊരു പ്രത്യേകത ഉണ്ടേനു, മാവ് ഒക്കെ ചെടികളുവാ. നമുക്ക് റൂം കാണാലോ, ഇവിടുത്തെ നല്ല AC റൂമുകളാ. പോയി നോക്കാട്ടോ. ഓ, വിശാലമായതാ. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, ഫാൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാ ഇനി ബെഡ്റൂം. അടിയൊക്കെ നോക്ക് എന്ത് വൃത്തിയാ. ഇതാ ഹായ്, അടിപൊളി കേട്ടോ ബെഡ്റൂം. നോക്ക് നല്ല വിരിച്ചിട്ട നല്ല അടിപൊളി ബെഡ്റൂം. TV ഉണ്ട്, അലമാര നല്ല അടിപൊളി, AC ഉണ്ട്. അടിപൊളി ലുക്കാട്ടോ. ഇവിടെ എന്താ ഉള്ളത്? ഇത് ഡ്രസ്സിങ്. ഓ, ബാത്റൂമൊക്കെ സൂപ്പർ, അടിപൊളിയാ. ഇതാണ് ഒരു ടീമിൽ താമസിക്കാനുള്ള ഇത്. ഇനി നമ്മളിങ്ങനെ ബെഡ്റൂമിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് നോക്കി വെക്കുക കേട്ടോ, എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക്. ഓ, അടിപൊളി അടിപൊളി. നോക്ക്, ആ ബെഡ്റൂം നിങ്ങൾ തുറന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കി നിങ്ങള്. മൊത്തത്തിൽ എന്താ സൂപ്പർ. ഇവിടെ വന്നാൽ ഒരിക്കലും ഒരു നഷ്ടാവൂല കേട്ടോ. കാഴ്ചകൾ തന്നെ, ഫുൾ കാഴ്ചകൾ.
പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നാൽ പോവൂല, അത്രക്കും ഭംഗിയാ. നോക്ക് അങ്ങോട്ട്, അടിപൊളി. മാനൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നു, അടി നല്ല പച്ചപ്പ്, നല്ല കാറ്റ്, തണുപ്പ്. വയനാട് എന്ന് തന്നെ ഒരു തണുപ്പാ. ഈ ചൂട് കാലത്താ ഈ അവസ്ഥകൾ നമുക്ക്. കട്ടിലിൻ്റെയൊക്കെ പ്രത്യേകത കാണിച്ചു തരിക. നോക്ക്, എന്താ ഒരറ, രണ്ടറ, അതിലൊക്കെ ഉണ്ട്. നല്ല വിരിപ്പ്, ബെഡ്ഷീറ്റ്, കട്ടിൽ. ഇത് നോക്ക്, വേറൊരു മോഡൽ കേട്ടോ. ഇതാ വളഞ്ഞി പൊളഞ്ഞി ഇങ്ങനെ പോകുന്നതാ. ഗ്ലാസ് കൊണ്ടാട്ടോ, ഫുള്ള് ഗ്ലാസ്സാ. നമ്മൾ കണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം. മുകളിൽ കയറിയുള്ള പ്രത്യേകത എന്താണ്? ഒരു മരങ്ങളെ തടസ്സം ഇലകളൊന്നുമില്ല. മുകളിൽ നല്ല ഉഷാറ് ചുറ്റും കാണാം. വരി കേട്ടോ. എന്താ സ്റ്റെപ്പ് പുറത്തുനിന്നാ. അതിൻ്റെ അമ്മ മുകളിൽ കയറുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ് പറയാൻ പറ്റില്ല. ഓ, അത് വിവരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു അനുഭവം എന്താ സൂപ്പർ. എൻ്റെ ചുറ്റും ഒന്ന് നോക്കിയോ, വയനാട് ജില്ല മൊത്തം കാണട്ടോ. ഇതിൻ്റെ മേലെ കയറി നിന്നാൽ കുറുമ്പാലക്കോട്ടതാവിടെ. കുറുമ്പാലക്കോട്ട നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെയും സൂര്യാസ്തമയവും സൂര്യോദയവും എല്ലാം കാണാൻ പോകും. ഇതാ മൊത്തത്തിലുള്ള കാഴ്ച. 4 ഭാഗം നോക്കിയാലും നല്ല വ്യൂ. വയനാട് ജില്ല മൊത്തം കണ്ട പോലെ. ഇതാ വരി, അവിടെ നോക്കി, അവിടെ ഇതാ കുറുമ്പാലക്കോട്ടൻ്റെ താഴെ ഇങ്ങനെ വന്ന് ലൈറ്റൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തരുടെ നിന്ന്. ഇതവിടെ, അവിടെ നോക്കി. ഇതാ താഴോട്ട് ആ ഭാഗം. ഞങ്ങൾ ആ ഭാഗത്തു നിന്ന് വന്നവരാട്ടോ. ഇതാ മൊത്തം കാഴ്ചകളേ ഉള്ളൂ. ഇരുട്ടാവാനായി. ബാങ്കിൻ്റെ ഒച്ചങ്ങൾ കേൾക്കുന്നുണ്ടാവൂലേ? ഇരുട്ടാവാനായി. ഞങ്ങളിനി പോവാൻ നോക്കുക. എല്ലാ കാഴ്ചകളും കണ്ട് കഴിഞ്ഞ് ഇരുട്ടാവാൻ പോവുക. ഞങ്ങളിനി പോവുക കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.